നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി 10 വർഷം മുൻപ് പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമുണ്ട്, ഒരു ഉത്തരവുണ്ട്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ജോയി മരണപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിന് ഉത്തരവാദി ആരാണോ അവർക്ക് കഠിന തടവിനുള്ള എല്ലാവിധ സാധ്യതയുമാണ് ഇവിടെ കാണുന്നത്. ഒപ്പം 30 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാനുള്ള വകുപ്പും ഇതിൽ ഒളിഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി സംസ്ഥാനത്തിനോട് കേന്ദ്രത്തിനോടും ഉത്തരവിട്ടതനുസരിച്ച് പൂർണ്ണമായും തോട്ടിപ്പണി എന്ന് പറയുന്നത്, മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നതിനെ ഇല്ലാതാക്കുക. ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു മനുഷ്യനും ഒരു കാരണവശാലും മനുഷ്യ വിസർജ്യം കൈകൊണ്ട് തൊടാൻ പാടില്ല. അങ്ങനെ വൃത്തിയാക്കാൻ പാടുള്ളതല്ല. അതിന്റെ പൂർണ്ണ ലംഘനമാണ് തിരുവനന്തപുരത്ത് നടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കോർപ്പറേഷൻ പരിധിയിൽ നടന്നതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിയായി മേയർ ആര്യ രാജേന്ദ്രനെ തന്നെയാണ് ഏവരും പഴിചാരുന്നത്. നിലവിൽ തകരപ്പറമ്പിലെ ചിത്ര ഹോമിന്റെ പിൻവശത്തുള്ള കനാലിലാണ് ജോയിയുടെ മൃതദേഹം ശുചീകരണ തൊഴിലാളികൾ ആദ്യം കണ്ടെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. 46 മണിക്കൂർ നേരം തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് കനാലിൽ മൃതദേഹം പൊങ്ങിയതായി കണ്ടെത്തിയത്. എന്നാൽ ഇതിനിടയിൽ ഉയരുന്ന പലവിധ ചോദ്യങ്ങളുണ്ട്. ഇത്രയധികം സാക്ഷരതയിലും മറ്റും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോഴും മാനുവൽ സ്കാവഞ്ചിങ് നടപ്പിലാക്കുന്നുണ്ടോ? മനുഷ്യ വിസർജ്യം മനുഷ്യൻ തന്നെ വൃത്തിയാക്കുന്ന വൃത്തിഹീനമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? ഇതേക്കുറിച്ചാണ് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്, തോട്ടിപ്പണി എന്ന് പറയുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് നടത്താൻ പാടുള്ളതല്ല. അതൊരു കോർപ്പറേഷനോ ഒരു ഏജൻസിയോ ആരെക്കൊണ്ടും തൊഴിലായി പോലും അതിനെ വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല. 2013 ഇതുമായി ബന്ധപ്പെട്ട നിയമം നിലവിൽ വന്നത്. സുപ്രീം കോടതി ഇതേ സംബന്ധിച്ചുള്ള ഓർഡർ ഇടുകയും 2014 ഒരു കാരണവശാലും മാനുവൽ സ്കാവഞ്ചിങ് തോട്ടിപ്പണി നടത്താൻ പാടുള്ളതല്ല. ഇനി ഒരു പക്ഷേ തോട്ടിപ്പണി എന്നത് ജോലിയായി നൽകിയാൽ അതൊരു ക്രിമിനൽ ഒഫൻസായി തന്നെ, കുറ്റകൃത്യമായി തന്നെ നോക്കിക്കാണാവുന്നതാണ്. ഏറ്റവും അധികം ഇന്ത്യയിലാണ് തോട്ടിപ്പണി എന്നുള്ളത് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു പദമായി വിലയിരുത്തുന്നത്. അതായത് മനുഷ്യൻ തന്നെ മലിനജലത്തിൽ ഇറങ്ങിയോ മാലിന്യം നിറഞ്ഞതോ ആയിട്ടുള്ള വസ്തുക്കൾ വൃത്തിയാക്കുന്നതോ വൃത്തിഹീനമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതോ മനുഷ്യ വിസർജ്യം കൃത്യമായിട്ടുള്ള മുൻകരുതൽ നടപടികളൊന്നും തന്നെ ഇല്ലാതെ ശുചീകരിക്കുക, ഇതിനെയൊക്കെ തന്നെയാണ് ഹ്യൂമൻ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബക്കറ്റുകളും ചൂലും ചെറിയ മൺവെട്ടികളും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൈകൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായത് അടക്കം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നാടിനെ ആകെ തന്നെ മാലിന്യത്തിൽ നിന്നും ദുർഗന്ധത്തിൽ നിന്നും മോചനം നൽകുന്നവരാണ് ഇത്തരത്തിലുള്ള ശുചീകരണ തൊഴിലാളികൾ. അടുക്കള മാലിന്യവും ആശുപത്രി മാലിന്യവും തുടങ്ങി അഴുകിയ ജഡമടക്കം മനുഷ്യ വിസർജ്യം വരെ കയ്യുറയുടെ മാത്രം ബലത്തിൽ ഒരുപക്ഷെ അതുപോലുമില്ലാതെയാണ് പലരും വൃത്തിയാക്കി കോരിയെടുത്ത് നന്നാക്കുന്നത്. നാടിനെ വൃത്തിയാക്കാൻ വേണ്ടി മാലിന്യവും കോരിയെടുത്ത് പോകുന്ന അവരെ കാത്തിരിക്കുന്നത് പലതരത്തിലുള്ള വിപത്തുകളാണ്, മരണം വരെ. പലപ്പോഴും ഏറ്റവും അധികം അവഗണനയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന കൂട്ടത്തിലുള്ളവർ തന്നെയാണ്, വിഭാഗങ്ങളിലുള്ളവർ തന്നെയാണ് ഇതിൽ ഇരയായി മാറുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ത്വക്ക് രോഗം, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. എന്തിനേറെ പറയുന്നു, വിഷാംശം നിറഞ്ഞ പുകപടലങ്ങളോ അതോ മലിനജലം ഉള്ളിലേക്ക് എത്തുന്നതോ ആയി ബന്ധപ്പെട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ടോക്സിൻസ് ശരീരത്തിലേക്ക് കടക്കുമ്പോൾ മരണം പോലും അവർക്ക് സംഭവിക്കാറുണ്ട്. ഇനി ഒരു ചെറിയ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 2019 മുതൽ 2022 വരെ വളരെയധികം അനാരോഗ്യകരമായ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ വൃത്തിയാക്കാനിറങ്ങി 233 ആളുകൾ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി 2018 2023 ഇടയിലുള്ള കണക്ക് പരിശോധിച്ചാൽ 339 പേരാണ് അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടത്. കർക്കശമായ ഉത്തരവ് തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. 2023 വീണ്ടും സുപ്രീം കോടതി ഇതിനെ ഓർമ്മിപ്പിക്കുകയും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ത്യയിൽ നിരോധിച്ചതായിരുന്നിട്ട് പോലും പലയിടത്തും ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ തിരുവനന്തപുരത്തെ സംഭവം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രധാനമായും എന്തുകൊണ്ട് അവർ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നു? അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും, റോബോട്ടിനെ അടക്കം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ നമുക്കിന്ന് ലഭ്യമായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ജനങ്ങൾ തന്നെ, മനുഷ്യൻ തന്നെ ഇറങ്ങി മനുഷ്യ വിസർജ്യം വൃത്തിയാക്കാനായി എത്തുന്നു? അതിനുള്ള കാരണമെന്ന് പറയുന്നത് പലരെയും നിർബന്ധിതമായി ഇതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും പറയുന്നത് ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള ഒരു വിഷയം തന്നെയാണ്. മറുഭാഗത്ത് അവർക്ക് ഉപജീവന മാർഗം മറ്റൊന്നും ഇല്ലാത്തതും തൊഴിലില്ലായ്മയും ഒക്കെ തന്നെയാണ്, ദാരിദ്ര്യം തന്നെയാണ് ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ ഇതിന് കാരണമായി തന്നെ പറയുവാൻ കഴിയുന്നത്. സുപ്രീം കോടതി കൃത്യമായി തന്നെ
സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇനി മനുഷ്യവിസർജ്യം കോരാനായി മനുഷ്യനെ ഉപയോഗിക്കരുത്. മാനുവൽ സ്കാവെഞ്ചിങ് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മരണമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാര തുക എന്നുള്ളത് 30 ലക്ഷം വരെയായി ഉയർത്തുകയും ചെയ്തു. 10 ലക്ഷമായിരുന്നു, 20 ലക്ഷം വരെ ലഭിക്കാമെന്നായിരുന്നു. അത് 2023 സുപ്രീം കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് 30 ലക്ഷത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇനി മനുഷ്യ വിസർജ്യം വൃത്തിയാക്കുന്നതിൽ പോലും അതിശക്തമായ ഒരു ജാതി വ്യവസ്ഥ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടായി ഇന്ത്യ മാറുന്നു. അതുതന്നെയാണ് പലയിടത്തും നമുക്ക് കാണുവാനായി സാധിക്കുന്നതും എന്തിന് തിരുവനന്തപുരത്തെ സംഭവം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വൃത്തിയാക്കൽ പ്രശ്നവും ജാതീയ വിഷയവും ഒക്കെ തന്നെ ഒന്നിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പല ജോലികൾക്കും പലരെയും നിയോഗിച്ചിരിക്കുന്നു. ഏറ്റവും അധമമായ ഒരു വിപത്തായി തന്നെയാണ് ഇതിനെ ഇപ്പോഴും നോക്കിക്കാണേണ്ടത്. ഇതിനേറെ പറയുന്നു മനുഷ്യ വിസർജ്യം കോരുന്ന ജോലി അഥവാ ഈ തോട്ടിപ്പണി, മാനുവൽ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നതിനെ പോലും അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിനായി മാറ്റി നിർത്തുന്ന ഒരു കാഴ്ച പലയിടത്തും കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് പലയിടത്തായി ഈ തൊഴിലെടുക്കുന്നവർ പല പേരുകളിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം തോട്ടിപ്പണി എടുക്കുന്ന ആളുകളുടെ ഒരു ബ്രേക്കപ്പ് ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 73% ആളുകളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്, പ്രത്യേകിച്ചും തോട്ടിപ്പണി എടുക്കുന്നതിൽ. അതിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട്. 97% പേരും പട്ടിക വിഭാഗക്കാരാണെന്ന് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല, അതിന് മറുമാർഗങ്ങൾ കണ്ടെത്തേണ്ടതാണ്. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരത്തിന്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി 2015 ഓപ്പറേഷൻ അനന്ത എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശുപാർശയിൽ, നിർദ്ദേശത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ജിജി തോംസൺ IAS അതുപോലെ ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകറും ചേർന്ന് തന്നെയായിരുന്നു ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവരാനായി ശ്രമിച്ചത്. ഒരു വർഷക്കാലം വളരെ ഭംഗിയായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓടകളടക്കം വൃത്തിയാക്കി 800 ടണ്ണിലധികം മാലിന്യവും ചെളിയും മറ്റും നീക്കം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. പല വ്യവസായികളും കയ്യേറിയിരുന്ന ഓടയും മറ്റുമൊക്കെ തിരിച്ചു പിടിച്ച് അതിലൂടെ ആമഴഞ്ചാൻ തോട്ടിന്റെ സ്വാഭാവികമായ ഒഴുക്ക് അത് പുനഃസ്ഥാപിക്കാനുള്ള നീക്കം തന്നെയാണ് അതിലൂടെ അന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയും ഓപ്പറേഷൻ അനന്ത എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒരു വർഷക്കാലം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും തൊട്ടടുത്ത വർഷം ജി തോംസൺ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു ചീഫ് സെക്രട്ടറി എത്തിയ സാഹചര്യത്തിൽ, വിജയാനന്ദ് എത്തിയ സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് അന്ന് അവിടെ അത് അവസാനിച്ചു? അത് അവസാനിച്ചത് കൊണ്ടുണ്ടായ ഒരു ഇരയായി തന്നെയാണ്, അതിൻ്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ജോയിയുടെ ഈ അവസ്ഥയും നമുക്ക് എടുത്തു കാട്ടാനായി സാധിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ട മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, ഇന്ത്യയിൽ തോട്ടിപ്പണി നിരോധന നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിലേർപ്പെടാനായി ആരെങ്കിലും നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു ജോലി അസൈൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് കൃത്യമായ ശിക്ഷയും നമ്മുടെ രാജ്യത്ത് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് 2013 പുറത്തിറങ്ങിയ ഉത്തരവനുസരിച്ച് 2 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അതിന് ഉത്തരവാദി ആര് എന്നുള്ളതാണ് അധികാരികൾ തന്നെ വ്യക്തമാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.